ഫ്രണ്ട്സ്, ആ വീഡിയോ നിങ്ങൾ കേട്ടല്ലോ. അതിലെന്തെങ്കിലും മോശമായിട്ട് പറയുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്തോ? എനിക്കൊന്നും തോന്നിയില്ല. സുപ്രിയ പറയുന്നത്, അതായത് ഉള്ളൊടുക്ക് എന്ന് പറയുന്ന പുതിയ സിനിമയുണ്ട്, ഉർവശി പാർവതിയൊക്കെ അഭിനയിച്ച പുതിയ സിനിമ. അത് കണ്ടതിന് ശേഷം ഇറങ്ങി വരുന്ന സുപ്രിയനോട് ഒരു അവതാരകൻ ചോദിക്കുകയാണ്, ഉർവശിയുടെ അഭിനയം എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ സുപ്രിയ അതിന് കൊടുക്കുന്ന ഒരു മറുപടിയാണ്, അവരെ കുറിച്ച് പറയാനുള്ള യോഗ്യത എനിക്കില്ല, ഷീസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ഇന്ത്യൻ സിനിമ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിന് താഴെ വന്ന കമന്റുകൾ, നമ്മൾ ഒരു വീഡിയോ കാണുമ്പോൾ ഞാൻ സാധാരണ കമന്റ് ഒക്കെ നോക്കാറുണ്ട്. അങ്ങനെ ഞാൻ ആ കമന്റുകൾ നോക്കിയപ്പോൾ ഒരുപാട് മോശം കമന്റുകൾ ഇട്ടിരിക്കുന്നു. ഈ തള്ളച്ചി ആരാണ് ഉർവശിയെ കുറിച്ച് ഇങ്ങനെ കുറ്റം പറയാൻ? ഇവർക്ക് എന്ത് യോഗ്യതയുണ്ട്? ഇവർക്ക് സിനിമയെ കുറിച്ച് എന്തറിയാം? ഉർവശിയുടെ അഭിനയം എത്ര നല്ലതാണ്? ഇവർക്ക് ഉർവശിയെ അവരെന്ന് വിളിക്കാനുള്ള യോഗ്യത എന്താണ്? അപ്പോഴാണ് എനിക്ക് കാര്യം കത്തിയത്. ഉർവശിയെ സുപ്രിയ അവരെന്ന് വിളിച്ചു, അതായത് അവരെ കുറിച്ച് പറയാനുള്ള യോഗ്യത എനിക്കില്ല, ഷീസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ഇന്ത്യൻ സിനിമ എന്ന് പറഞ്ഞതാണ് സുപ്രിയ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അതിനാണ് ഇങ്ങനെ തള്ളച്ചി ആ തള്ളച്ചി അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു, ഇവൾക്ക് എന്ത് യോഗ്യതയുണ്ട്, ഇവള് പടുകളവി തള്ള മറ്റത് മറിച്ചതൊക്കെ പറഞ്ഞ് ഇങ്ങനെ അങ്ങ് മെസ്സേജുകൾ അങ്ങ് കിടക്കുക. അപ്പൊ ഞാൻ ആ വീഡിയോ ഫുൾ കണ്ടു. ഞാൻ ഓർത്ത് ഇനി അതിന് ശേഷം ഞാൻ എന്തെങ്കിലും പറഞ്ഞോ എന്ന് വിചാരിച്ച് ഞാൻ ആ വീഡിയോ മൊത്തം കണ്ടു. അപ്പൊ അതിൽ പറയുന്നത് ഉർവശിയുടെ അഭിനയമൊക്കെ നല്ലതായിരുന്നു, അവരെ കുറിച്ചൊക്കെ നമുക്ക് എന്നും അവരെ അഭിപ്രായം ഒന്നും പറയാനില്ല, അത്ര നല്ല പെർഫെക്റ്റ് അഭിനയമായിരുന്നു. രണ്ടുപേരും അതില് അഭിനയിക്കുകയായിരുന്നില്ല, ജീവിക്കുകയായിരുന്നു, രണ്ടുപേരും അനുസരിച്ച് അഭിനയിക്കുകയായിരുന്നു, നല്ല മൂവിയാണ് എന്നൊക്കെ പറഞ്ഞു, നല്ല കഥാപാത്രമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങ് വേറെ കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല. അപ്പോഴാണ് കുറെ കമന്റുകളാണ് നമ്മൾക്ക് മനസ്സിലായത്, അവരെന്ന് വിളിക്കാൻ എന്ത് യോഗ്യതയാണ് ഇവൾക്കുള്ളത് എന്നൊക്കെ ചോദിച്ചെടുത്ത് കണ്ടത്. അപ്പൊ ഞാൻ ഓർക്കുകയാണ്, ഈ ലോകം എത്ര തന്നെ പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും മനുഷ്യന്റെ മനസ്സും ചിന്തകളൊക്കെ എവിടെയൊക്കെയാണ്. ഈ അവരെന്ന് പറയുന്നത് ഒരു ഇറസ്പെക്റ്റീവ് വേർഡായിട്ട് എനിക്ക് തോന്നിയില്ല. മാത്രമല്ല ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെ പറയുമ്പോൾ അവരെ കുറിച്ച് പറയാനുള്ള യോഗ്യത എനിക്കില്ല എന്ന് പറഞ്ഞ് കൈ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അതൊക്കെ ഒരു റെസ്പെക്റ്റീവ് ആയിട്ടാണ്, റെസ്പെക്റ്റോടെ സംസാരിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ സുപ്രിയ പറഞ്ഞൊരു കാര്യം, ഇന്ത്യൻ സിനിമയിൽ തന്നെ മികച്ച നടിമാരിൽ ഒരാളാണ് ഉർവശി എന്നും പറയുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ. അപ്പോ അതൊക്കെ കേൾക്കുമ്പോൾ, അതൊക്കെ കേട്ടിട്ടും ഇങ്ങനെ ഇത്രയും കമന്റ് ഇടുമ്പോൾ അവരുടെയൊക്കെ മനസ്സ് എത്രമാത്രം എന്താ പറയാ, ഇത്ര നെഗറ്റീവ് ആയിട്ട് സംസാരിക്കാൻ വേണ്ടുമുള്ള ഒരു മോശം വാക്ക് സുപ്രിയ അതിൽ പറഞ്ഞതായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് ഒരു വീഡിയോ ചെയ്യണം തോന്നി. കാരണം ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ടോ? ഇവരെന്നൊക്കെ പറയുന്ന അത്രമാത്രം മോശം വാക്കുകളാണോ? അല്ലെങ്കിൽ ഇപ്പോ അവരുടെ സിനിമ, അവരെ കുറിച്ച് നിന്ന് എനിക്ക് പറയാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യപ്പെട്ട, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞ് ചൂടായിട്ട് അങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പറയാം. പക്ഷെ ഇത് എന്താണ് അതിന് പറയുന്നത്? ഞാൻ വീണ്ടും പറയണം, അവരെ കുറിച്ച് പറയാനുള്ള യോഗ്യത എനിക്കില്ല എന്നാണ് അവർ പറയുന്നത്. ഞാനിപ്പോ അവരെന്ന് പറഞ്ഞു, അതിപ്പോ റെസ്പെക്റ്റീവ് ആണെന്ന് കേട്ടവർക്ക് തീരുമാനിക്കാം. അപ്പോ നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല ഓരോരുത്തരുടെ ചിന്താഗതികൾ എങ്ങനെയാണ്, ഓരോരുത്തർ എങ്ങനെയാണ് പറയുന്ന വാക്കുകളെ വളച്ചൊടിച്ച് ചിന്തിക്കുന്നതെന്ന് ആ ഒരു കമന്റുകൾ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി പല കമന്റുകളും കണ്ടപ്പോൾ. ചില കമന്റുകൾ, തള്ളച്ചിക്ക് എന്ത് യോഗ്യതയുണ്ട് ഉർവശി ഇങ്ങനെ പറയാൻ, ഇങ്ങനെ വിളിക്കാൻ, അവരെന്ന് വിളിക്കാൻ എന്ത് യോഗ്യതയുണ്ടെന്നൊക്കെയാണ് ചോദിക്കണത്. അപ്പോ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം കേട്ടോ. അതുപോലെ വീഡിയോസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യണം. ഞാൻ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇടാന്ന് വിചാരിച്ചത്. കാരണം ഇങ്ങനെയൊക്കെ പറഞ്ഞത് കേട്ടപ്പോൾ എനിക്കത് ഒന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യണം തോന്നി. ഇനി ആരുടെങ്കിലൊക്കെ മനസ്സിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ എന്താണ് അവർ പറഞ്ഞത്, എന്താണ് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാവാത്തതിന്റെ കുഴപ്പം കൊണ്ടായിരിക്കണം ഇങ്ങനെയൊക്കെ കമന്റ് ഇട്ടത്. വീഡിയോസ് ഇഷ്ടമാണ് ലൈക്ക് ചെയ്യുക, തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം കേട്ടോ. എന്നാലും എനിക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത്, അവർ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്നൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പൊ കമന്റ് ചെയ്യാതിരിക്കരുത്, കമന്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു സോ മച്ച്.